നമസ്കാരം. എന്താണ് പേര്? വിജി. സ്ഥലം എവിടെയാണ്? ചവറ വടുതല. വിജി കുറച്ച് ദിവസമായിട്ട് ഞങ്ങൾ കൊല്ലത്തെ റിപ്പോർട്ടർ വിളിക്കാറുണ്ട്. അദ്ദേഹമാണ് എനിക്ക് വിജിയുടെ ഡീറ്റെയിൽ അയച്ചു തന്നത്. എന്താണ് സത്യത്തിൽ വിജിയുടെ പ്രശ്നം? എന്താണ്? എന്റെ പേരും ഡീറ്റെയിലൊക്കെ പറഞ്ഞല്ലോ. പന്മന പുത്തഞ്ചതയുള്ള സുമേഷ് എന്ന വ്യക്തിയായിട്ട് 2009 എന്റെ കല്യാണം കഴിഞ്ഞ് എനിക്ക് 14 വയസ്സുള്ളൊരു മോളുമുണ്ട്. പുള്ളി ഇപ്പം 3ാമത് കല്യാണം കഴിച്ചിരിക്കുകയാണ്. തേവലക്കരയിലുള്ള ആശി എന്ന് പറയുന്ന ഒരു വ്യക്തിനെ, ഒരു പെൺകൊച്ചിനെ. എന്റെ ലീഗൽ കാര്യം ഞാനാണ്. അയാൾ അദ്ദേഹം ആദ്യമേ പോയി ഒരു മറീന എന്ന് പറയുന്ന വാടി കടപ്പുറത്ത് എക്സാൻസി കോമ്പൗണ്ടിന്റെ അകത്തുള്ള ലൈലാമ്മയുടെ മോള് മെറീന എന്ന് പറയുന്ന ഒരു കല്യാണം കഴിക്കുക. അതിനൊരു കൊച്ചുണ്ട്. അതിനുശേഷമാണ് ഇപ്പൊ 3ാമത് പോയി ആശയം എന്ന് പറയുന്നതിനെ കിട്ടിയത്. ഇത് രണ്ടുമാണ് ഓൾറെഡി എനിക്കറിയാവുന്നത്. അറിയാൻ വയ്യാത്തതൊക്കെ ഉണ്ടോന്ന് എനിക്കും അറിയത്തില്ല. പിന്നെ പുള്ളിയുടെ മെയിൻ പരിപാടി എക്സ്പോർട്ടിങ്ങും ഇല്ല, ഒന്നുമില്ല. ഈ പൈസ തിരിമറി നടത്തുക എന്നുള്ള ഒറ്റ പരിപാടി മാത്രമേ ഉള്ളൂ. ഈ പൈസയൊക്കെ തിരിമറി നടത്തി കൊടുക്കാതിരിക്കുന്ന ആൾക്കാരൊക്കെ എന്നെ തിരക്കിയാണ് വരുന്നത്. കാരണം ഞാനാണല്ലോ ലീഗലി കാര്യം. അപ്പൊ ആ പുള്ളിയുടെ അഡ്രസ്സും ആധാർ അഡ്രസ്സും എല്ലാം വെച്ച് നോക്കുന്ന സമയത്ത് എന്റെ വീട്ടിലാണ് തിരക്കി വരുന്നത്. എനിക്ക് 14 വയസ്സുള്ള മോളുണ്ട്. മോളെ ഒറ്റയ്ക്ക് നിർത്തിയിട്ട് എനിക്ക് ജോലിക്ക് പോകാൻ പറ്റുന്നില്ല. വീട്ടിലിങ്ങനെ കടക്കാരി കയറിയിരുന്നു. ഞാൻ വൈകുന്നേരം അവളെ അയലത്ത് വീട്ടിൽ നിർത്തിയിട്ട് പോവുക, അതല്ലെന്നുണ്ടെങ്കിൽ എന്റെ വീട്ടിൽ മൈനാപ്പള്ളി കൊണ്ടാക്കുക. അതൊക്കെയാണ് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. നിങ്ങളിപ്പോ നിയമപരമായിട്ട് ബന്ധമുണ്ടോ അതോ കോടതിയിലെ കേസ് വല്ലതും ഉണ്ടോ? നിയമപരമായിട്ട് തന്നെ ഞങ്ങൾ ലീഗൽ കാര്യം ഞാനാണ്. ഇപ്പൊ കേസ് കോടതിയിൽ കൊടുത്തത്, എനിക്ക് പേപ്പർ വരുന്നത് ജനുവരി 1-ാം തീയതി. അത് കഴിഞ്ഞ് ഫസ്റ്റ് കേസ് വെച്ചിരുന്നത് മാർച്ച് 5-ാം തീയതി. പുള്ളി കോടതിയിൽ ഹാജരായിട്ടില്ലായിരുന്നു. 2ാമത് വന്നപ്പോൾ നമുക്ക് മീഡിയേഷൻ വെച്ചിട്ടുണ്ടായിരുന്നു. ആ മീഡിയേഷൻ സമയത്ത് ഫസ്റ്റ് മീഡിയേഷൻ കഴിഞ്ഞു. ഇനി അടുത്ത മീഡിയേഷൻ വെച്ചേക്കുന്നത് 25-ാം തീയതിയാണ്. ലീഗലി എനിക്ക് ഡിവോഴ്സ് ആയിട്ടില്ല. കേസ് പോലും ഡിവോഴ്സിന്റെ കേസ് പോലും കൊടുക്കാതെയാണ് പുള്ളി 2 കല്യാണങ്ങൾ കഴിച്ചത്. ഈ മെറീന എന്ന് പറയുന്ന വ്യക്തിക്ക് അറിയുമോ ഈ ഇദ്ദേഹം താങ്കളുമായിട്ട് വിവാഹം കഴിച്ചിരുന്നതാണോ? മെറീനയ്ക്കും അറിയാം. കാരണം മെറീനയായിട്ട് റിലേഷൻ ഉണ്ട് എന്നറിഞ്ഞപ്പോ ഞാൻ മെറീനയുടെ അമ്മയെ വിളിച്ചതാ. എന്റെ ജീവിതം നശിപ്പിക്കരുതെന്നും എല്ലാ കാര്യങ്ങളും ഞാൻ പറഞ്ഞപ്പോൾ മെറീനയുടെ അമ്മ അന്ന് എന്നോട് പറഞ്ഞത് മെറീന ഗൾഫിലാണ്, എന്റെ മോൾ അങ്ങനെ ആരെയും ചതിക്കത്തില്ല എന്നൊക്കെയാണ്. അതിനുശേഷം പുള്ളി ഞങ്ങളുടെ വീട്ടിൽ വരികയും കുഴപ്പമൊന്നുമില്ലാതെ നല്ല രീതിയിൽ ഞങ്ങൾ പൊയ്ക്കൊണ്ടിരിക്കുമായിരുന്നു. പിന്നീടാണ് ഞാൻ അറിയുന്നത് ഇയാൾ വീണ്ടും മെറീനയായിട്ട് അടുപ്പമുണ്ടെന്നും ഒരു കുഞ്ഞുണ്ടെന്നും ഒക്കെ. മെറീനയായിട്ട് അടുപ്പമുണ്ടെന്നല്ല, ഞാൻ എന്റെ വീട്ടിൽ കള്ളം പറഞ്ഞ് ഇയാൾ പൊയ്ക്കൊണ്ടിരുന്ന, ജോലിക്ക് എന്ന് പറഞ്ഞ് കള്ളം പറഞ്ഞ് പൊയ്ക്കൊണ്ടിരുന്നതെല്ലാം മെറീനയുമായിട്ട് വർക്കലയിൽ വാടകയ്ക്ക് ഒരു ഫ്ലാറ്റ് എടുത്ത് താമസിക്കുമായിരുന്നു. അതൊക്കെ ഞാൻ അറിയുന്നത് ലേറ്റ് ആയിട്ടാണ്. അന്നത്തേക്ക് ഇവർക്ക് ഒരു കൊച്ചുമായി. പിന്നെ മെറീനയുടെ അമ്മ ഈ മകളെ വിറ്റ് ജീവിക്കുക എന്നുള്ള ഒരു രീതിയിലാണ് അവർ ജീവിച്ചത്. അത് അവർക്ക് ഇത് കാര്യങ്ങൾ കറക്റ്റ് ആയിട്ട് അവർക്കറിയാം. ഈ മെറീനയ്ക്ക് അറിയാം 3ാമതാണ് ആശയം എന്ന് പറയുന്ന വ്യക്തിയെ കല്യാണം കഴിച്ചു എന്നുള്ളത്. കാരണം ഇവന്റെ ക്രൈം പാർട്ട്ണറാണ് മെറീന. മെറീനയോടെ ചേർന്നുകൊണ്ടാണ് ഈ പൈസ തട്ടിപ്പെല്ലാം നടക്കുന്നത്. അതല്ലാന്നുണ്ടെങ്കിൽ ഒരു ഭാര്യ ഉണ്ടെന്ന് അറിഞ്ഞിട്ടും പിന്നെ ഇങ്ങനെ ഈ ഒരു ബന്ധത്തിന് നിൽക്കുമോ? ഈ സാമ്പത്തിക തട്ടിപ്പ് എന്ന് പറയുന്നത് എന്താണ് ഉദ്ദേശിക്കുന്നത്? സാമ്പത്തിക തട്ടിപ്പ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ എക്സ്പോർട്ടിങ്ങിന്റെ പേര് പറഞ്ഞിട്ട് ഓരോരുത്തരുടെ കയ്യിൽ നിന്ന് പൈസ മേടിക്കുക, എന്നിട്ട് തിരിച്ചു കൊടുക്കാതിരിക്കുക. ഇപ്പൊ 3-4 പേര് നമ്മുടെ വീട്ടിൽ തിരക്കി വന്നിട്ടുണ്ട്. അത് ലക്ഷങ്ങളുടെ കണക്കുകളാണ് പറയുന്നത്. ഈ സാമ്പത്തികമായിട്ട് ഇദ്ദേഹം പല പേരുകളിലാണ് അറിയപ്പെടുന്നതെന്ന് പറയുന്നു. പല എന്റെ വീട്ടിലും ആൾക്കാർ അറിയാവുന്ന പേര് സുമേഷ്, പെറ്റ് നെയിം വന്ന് അമ്പു എന്ന് പറയുന്നത്. മെറീനയുടെ വീട്ടിൽ അറിയപ്പെടുന്നത് അരുൺ. അതായത് അവിടെ ഒരു ഐറ എക്സ്പോർട്ടിംഗ് എന്ന് പറഞ്ഞ ഒരു ഷാ ഇന്റർനാഷണലിന്റെ അടുത്ത് ഒരു കട വാടകയ്ക്ക് എടുത്തിട്ട് ചുമ്മാതെ ഐറ എക്സ്പോർട്ടിംഗ് എന്ന് പറഞ്ഞൊരു പേരും ഇട്ട് അവിടെ എക്സ്പോർട്ടിംഗ് ആണ് നടക്കുന്നത്. എന്തോ നടക്കുന്നതെന്ന് അറിയത്തില്ല. ഐറ എക്സ്പോർട്ടിംഗ് CEO അരുൺ സാറാണ് കൊല്ലത്ത് അറിയപ്പെടുന്നത്, അതായത് വാടിയില്. അതേക്ക് തന്നെ ആശയ കല്യാണം കഴിച്ചിരിക്കുന്നത് കാസ്റ്റ് മാറ്റി പറഞ്ഞിട്ടാണ്. പുള്ളി ഷെഡ്യൂൾഡ് കാസ്റ്റ് ആണ്, പറയുന്നത് നായരാണ്. സുമേഷൻ നായർ എന്നുള്ള പേരിലാണ് ആശയനെ കല്യാണം കഴിച്ചിരിക്കുന്നത്.